കടലക്കറി, ഗോതമ്പ് പുട്ട്, പാൽച്ചായ ഞങ്ങൾ കുടിക്കാൻ വന്നാ നിങ്ങളുടെ കൂടെ. ഒരമ്മയ്ക്ക് എന്തോ പറയണമെന്ന്. മക്കളെ, നിങ്ങളെ കണ്ടിട്ട് കൊറേ ദിവസങ്ങളായല്ലോ. എന്നാ കൊണ്ട് മക്കൾക്കൊക്കെ? അമ്മയല്ലേ വീഡിയോക്കകത്ത് വരാത്ത പിന്നെ? അമ്മയ്ക്ക് വയ്യാത്ത കൊണ്ട് എറണാകുളത്തിനൊരു പോക്ക് മക്കള് കൊണ്ടുപോയതാ. അവിടെ ചെന്നപ്പം 10 ദിവസം അവിടെ നിന്ന് വയ്യാതെയായി. കാലിനൊക്കെ നീര് കയറി. അതുകൊണ്ട് മകള് തന്നെയായിരുന്നു. അതുകൊണ്ടാ മക്കളെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാഞ്ഞേ. ശരി. അന്നേരം നിങ്ങക്ക് രാവിലെ കാപ്പിക്കാന്നാന്ന് പറയണ. അമ്മയ്ക്ക് പുട്ടിടട്ടെ? അന്നേരം മതി. ഞങ്ങള് പുട്ടും കടലക്കറിയും കഴിക്കുക. ഞാൻ ആദ്യം ചായ കുടിക്കും. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുട്ട് കഴിക്കുള്ളൂ. അമ്മ ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കും. അതെല്ലാരും കഴിക്കും ഇവിടെ ചായയുടെ കൂടെ. ഞാൻ അങ്ങനെയല്ല. ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കും. മതി. അന്നേരം അങ്ങനെ കഴിക്കും. പിന്നെ നിങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞാ? നിങ്ങളുടെ അടുത്ത് വന്ന് ചായ കുടിക്കുന്നത് എന്തിനാന്നറിയോ? നിങ്ങളെ കാണാനാ. ഞങ്ങൾ രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു കഴിക്കരുത്. പുട്ടും കടലയും കഴിക്കരുതെന്ന്. വീഡിയോ എടുക്കുമ്പോ കഴിക്കാനാന്ന്. എന്നിട്ട് അമ്മ 8:30, ഇപ്പൊ സമയം എന്നാ? 10:15. ഞങ്ങൾ ഇത്രയും നേരം അരി ഇട്ടു, അടിച്ചു വാരി, പിന്നെ വേസ്റ്റ് ഒക്കെ കത്തിച്ച് കളഞ്ഞു. പിന്നെ എന്നാ ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. അങ്ങനെ ഓരോരോ പണി ചെയ്തു. പിന്നെ അമ്മ പിന്നെ നിർത്തിയോ? അന്നേരം കാപ്പിക്കുടി ആയപ്പോഴത്തേനും അമ്മ നിർത്തിയോ? അതിന് അമ്മയ്ക്കൊന്നും പറയണ്ടേ? കാപ്പി കുടിക്കാനിട്ട് എനിക്ക് തല കറങ്ങുമായിരുന്നു. ഞാൻ പോയി കറങ്ങും. അന്നേരം അവള് പറഞ്ഞു കാപ്പി കുടിക്കാൻ അമ്മ വീഡിയോ എടുക്കാൻ. അങ്ങനെ വന്നിരുന്നു. എന്നാ കാപ്പി കുടി കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ മുമ്പില് പണി ഞങ്ങൾക്കുണ്ട് നന്നായിട്ട്. എന്തെങ്കിലുമൊക്കെ പണിയുണ്ട്. അരി അടുപ്പത്തിട്ട് ഇനി കറി വെക്കണം. എന്നാ അമ്മ കറി? പോത്തർത്തി. പോത്തർത്തി. പോത്ത് വെക്കണം. പോത്ത് മേടിച്ചത് ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം അത് വെക്കണം. പിന്നെ അല്ലാതെ കറിയൊക്കെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത്. പിന്നെ ഇന്നത്തെ എല്ലാം ഇരിപ്പുണ്ട്. കൂർക്ക ഇരിപ്പുണ്ട്, ഉണക്കമീൻ ഇരിപ്പുണ്ട്, എല്ലാ കൂട്ടം ഇരിപ്പുണ്ടേ. അന്നേരം അതൊക്കെ. പിന്നെയില്ലേ, നമുക്ക് ഇടിയും ചക്ക വറുത്താലോ? പറ. ഇടിയും ചക്കയോ? വറുത്ത് നമുക്ക് വെക്കാം. പിന്നെ തണുപ്പായതുകൊണ്ട് മാവെല്ലാം പൂത്തിട്ടുണ്ട്. എല്ലാ മാവും 1, 2, 3, 4 മാവും പൂത്തിട്ടുണ്ട് ഇവിടെ. നമ്മള് പോണ കൊണ്ടായിരിക്കും. അല്ല, ഇവളുമാരെങ്ങനെ മാങ്ങ പറിക്കുമെന്നൊന്നും അറിയാൻ വേണ്ടി നമ്മള് പുതിയ വീട്ടിലേക്ക് പോണ കൊണ്ടായിരിക്കും മാവെല്ലാം പൂത്ത്. കഴിഞ്ഞ കൊല്ലം 2 മാവേ പൂത്തിട്ടുള്ളായിരുന്നേ. ഈ കൊല്ലം 4 മാവ് പൂത്തു. അന്നേരം ഞങ്ങൾ ഈ കൊല്ലം പോവുമല്ലേ, അതുകൊണ്ടായിരിക്കും 4 മാവ് ഒന്നിച്ച് പൂത്ത. പിന്നെ നിങ്ങളെ കാണാനും നിങ്ങളോട് വർത്താനം പറയാനും നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനും. അവരുടെ വിശേഷം അവര് കമന്റിലൂടെ പറയുള്ളൂ. ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ നമ്മുടെ വീഡിയോ അല്ലേ ഇടുന്നത് നമ്മള്. പിന്നെ ഞങ്ങൾ അന്നേരം ഇനി അടുത്തത് എറണാകുളം പോകുന്നുണ്ട്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച. അമ്മ വരുന്നില്ലെന്ന്. ഞാൻ പോകുന്നില്ല എന്റെ മക്കളെ. മതിയായ എനിക്ക്. അമ്മയ്ക്ക് മതിയായെന്ന് എറണാകുളത്ത് വന്നിട്ട്. അതെന്നെ അമ്മ വരാത്ത. എനിക്ക് പറ്റിയല്ലേ. അമ്മ ഇവിടെ നിൽക്കുന്നു. പാപ്പും ഉണ്ട്. പിന്നെ എന്റെ അമ്മ വരും അമ്മയുടെ കൂട്ട് നിൽക്കാൻ. അന്നേരം ഇവരെല്ലാരും ഇവിടെ വർത്താനം പറഞ്ഞിരുന്നോളാം. ഞങ്ങളോട് പൊക്കോളാം കേട്ടോ. ഞങ്ങള് പോകുന്നുണ്ട്. പിന്നെ പറയാമേ? പിന്നെ എന്നാ പറയുന്ന? എന്തെങ്കിലുമൊക്കെ പറ. എങ്ങനെയാലും ഒന്ന് പറഞ്ഞു അങ്ങോട്ട് പരപണി. ശരിയാട്ടോ. പണി തീർന്നില്ല. അങ്ങനെ കിടക്കുക. അതുകൊണ്ട് അപ്പടി നടന്നേട്ടോ. വീട് പണിതപ്പ ഒത്തിരി അളവ് കൂടിപ്പോയി. 2500 സ്ക്വയർ ഫീറ്റ് ആയി വീട്. അതുകൊണ്ട് ഇപ്പൊ വീട് പണിയുമ്പം പൈസ തികയാതെ വരുക. അതുകൊണ്ട് ഞങ്ങളുടെ കഴുത്തേലും കാതേലും എല്ലാം പറിക്കുമെന്ന് തോന്നുന്നു അവര്. അതെ അല്ലേ? ഞങ്ങൾക്ക് അപ്പടി മനപ്രയാസോ. കഴുത്തേലും കാതേലും എല്ലാം ചിലപ്പോ കൊണ്ടുപോകും. കാതല കൊടുക്കലോട്ടോ.
കടല കൊടുക്കണം. അമ്മ കമ്മല് കൊടുക്കുകയല്ലെന്ന് ബാക്കിയെല്ലാം കൊടുക്കുന്നു. ഉം. വീട് പണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹമല്ലേ മൊത്തം പണി തീർക്കണമെന്ന്. അതുകൊണ്ട് കൊണ്ടുപോയാലും ഞങ്ങളൊന്നും മിണ്ടുകല. അമ്മ മിണ്ടുവോ? ഇല്ല, മിണ്ടുകല. ഞങ്ങളൊന്നും മിണ്ടുകല. അതിനെല്ലാം കൊറേ കൊണ്ടുപോയി, കൊറേ സ്വർണം കൊണ്ടുപോയി. ഇനി കൊണ്ടുപോകാനൊന്നുമില്ല. ഇനി ഞങ്ങളുടെ കഴുത്ത കിടക്കുന്നൊക്കെ ഉള്ളു. അതും കൂടെ കൊണ്ടുപോകുമായിരിക്കും. എന്തെങ്കിലും ആട്ടെയോ എന്റെ മക്കളെ. എങ്ങനെയെങ്കിലൊക്കെ വീടൊക്കെ നന്നായിട്ട് പണി തീർത്തൊന്ന് കയറി താമസിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. സ്വർണം കൊണ്ടുപോവോ വിൽക്കുവോ പണയം വെക്കുവോ എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മൾ അന്നും ഒന്നും പണത്തിനോടും സ്വർണത്തിനോടും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഇടും. അതിവിടെ എല്ലാരും ഇടും. അമ്മ കയ്യേലും ഇടും കഴുത്തേലും ഇടും. അമ്മ സ്വർണം ഉണ്ടെങ്കിൽ എല്ലാം ഇടും. ഞാനൊരു മാലയും കമ്മലും മാത്രമേ ഇടുള്ളൂ. എവിടെയെങ്കിലും പോകുമ്പോ വള ഇടും. ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ വള ഇടാനും ഇല്ല. എല്ലാം കൊണ്ടുപോയി. പിന്നെ നിങ്ങളുടെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് ആരാ പുട്ടും കടലും ഉണ്ടാക്കിയെന്ന് പറയണേ നിങ്ങളുടെ വീട്ടില്. ഇന്ന് എന്നാ കാപ്പിക്കെന്ന് പറഞ്ഞ. പിന്നെ തസിലി ചേച്ചി ടാറ്റ. അമ്മ തസിലി ചേച്ചി ടാറ്റ കൊടുക്ക്. അയ്യോ തർശിനി മോളെ ഞാൻ മറന്നുപോയി കേട്ടോ. തർസിനി അല്ല, തസിലി ചേച്ചി. മോളെ തർശിനി മോളെ എന്നാ ഉണ്ട് വിശേഷം? പിള്ളേരെ എല്ലാരെയും അന്വേഷിച്ചെന്ന് പറഞ്ഞത് കേട്ടോ. മമ്മീനെയും പപ്പായെയും ഞാൻ വിളിക്കാറുണ്ട്. എല്ലാരെയും വിളിക്കാം. അവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയുന്നുമുണ്ട്. പിന്നെ മോക്ക് സുഖമല്ലേ? അമ്മ ഏത് തസിലി ചേച്ചിയുടെ കാര്യമാണ്? ഞാൻ അതെയാ, ആ ചേച്ചിയാണോ? അങ്ങനെ ആ ചേച്ചിയുടെ പേര് പറയണമെന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരുടെയും പേര് നിങ്ങൾ പറയുവാണെങ്കിൽ പേര് പറയാം. അന്നേരം ഞങ്ങള് നിങ്ങളെല്ലാരും അന്വേഷിച്ചു. അമ്മ പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ പുട്ടും കടലയും കഴിക്കുന്നു. നേരത്തെ കാപ്പി കുടിപ്പിച്ചില്ലെന്ന് അമ്മക്ക് പരാതി. ഇനി ഞങ്ങക്ക് കറിയൊക്കെ വെക്കണം. ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാനുള്ളൂ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. വീഡിയോ എടുക്കാനും അല്ലേ അമ്മേ? ആരുമില്ല. ഞാനും അമ്മയും മാത്രമുണ്ട്. അന്നേരം എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാനേ നിങ്ങൾക്ക് ഇട്ട് തരാനേ ഉള്ളൂ. നമ്മുടെ ജീവിതം നമ്മൾ പറയുന്നു, വീഡിയോ എടുക്കുന്നു, ഇടുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കാണാത്ത ഒരു ജീവിതം ഞങ്ങൾക്കൊരു പ്രത്യേകതയൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് തന്നെ ഞങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ കാപ്പി ഉണ്ടാക്കുന്നു, കുടിക്കുന്നു. പിന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കലും ഇല്ല കേട്ടോ. ആ പലഹാരം കൂട്ടി അമ്മ പാൽ ചായ കുടിക്കും, ഞാനും പാൽ ചായ കുടിക്കും. അമ്മ റസ്കോ റൊട്ടി എന്തെങ്കിലും കൂട്ടി അമ്മയും കഴിക്കും. അന്നേരം നമ്മൾ ഉണ്ടാക്കുകയല്ലേ? അന്നേരം പിന്നെ വേണ്ടല്ലോ. അന്നേരം പിന്നെ പഠിക്കുക പറയട്ടെ. അന്നേരം വേണ്ട. പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അന്നേരം ഞങ്ങള് ബാക്കി ജോലി ചെയ്യട്ടെ. ഞങ്ങക്ക് പണിയുണ്ട്. അമ്മ എന്നാ ചെയ്യുന്നേ? ഞാനോ അടുക്കളയെല്ലാം വൃത്തിയാക്കും. സവോള അടുക്കള എല്ലാം വൃത്തിയാക്കിയതാ. ഇനി അമ്മ സവോള അരിഞ്ഞാൽ മതി ഇറച്ചിക്കറിയുടെ. ആണ്ട് അമ്മയുടെ ഫോൺ ബെല്ലടിക്കണം. ഒന്നും എടുക്കാതെ ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഫോൺ അടുപ്പിച്ച് വെക്കണമെന്നല്ലോ. അന്നേരം ഞങ്ങൾ നിർത്തിട്ട് അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആരാന്ന് നോക്കട്ടെ. അതിന് ഇത്രയാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വിളിച്ചാപ്പോ. അന്നേരം അമ്മയുടെ കൂട്ടുകാരിയെ വിളിക്കുന്നെ. അന്നേരം അമ്മയ്ക്ക് എഴുന്നേറ്റിട്ട് അത് ആരാന്ന് നോക്കിയിട്ട് തിരിച്ചു വിളിച്ചാ പോരെ അല്ലേ? അന്നേരം അങ്ങനെയൊക്കെ കാര്യങ്ങള്. ആണ്ട പിന്നെയും വിളിക്കുന്നു.